നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. പുതിയ വർഷത്തിൽ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. വേദ ജ്യോതിഷം അനുസരിച്ച് പല പ്രധാന ഗ്രഹങ്ങളും അടുത്ത വർഷം രാശി മാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ്. അതിലേവരും ഉറ്റുനോക്കുന്ന ഒരു രാശിമാറ്റം ശനിയുടേതാണ്. കണ്ടകശനി, അങ്ങനെ ശനിയുടെ പല ദോഷവശങ്ങളും അനുഭവിച്ചവർ ഈ ഒരു ശനിമാറ്റത്തെ പേടിയോടെയായിരിക്കും നോക്കിക്കാണുന്നത്. പക്ഷേ ആ ഒരു പേടി നിങ്ങൾക്ക് മാറ്റിവെക്കാം. ശനി ദോഷകാരകനാണെങ്കിൽ പോലും പല സമയങ്ങളിലും അനുകൂലമായ രാശി മാറ്റങ്ങളിൽ ശനി നൽകുന്ന ഭാഗ്യങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലീകരിച്ചെടുക്കാൻ ശനിയുടെ അനുഗ്രഹ രീതിയിലുള്ള രാശി മാറ്റങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ നൽകാൻ സഹായിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഗുണഫലങ്ങൾ ശനിയുടെ ഗുണകരമായിട്ടുള്ള രാശി മാറ്റങ്ങളിൽ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അനുഭവത്തിൽ വന്നു ചേരും. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി ഡിസംബർ 27 ഇന്ന് ശനി ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഡിസംബർ 27 കർമ്മഫലദാതാവായ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു രാശിയിൽ 2.5 വർഷമാണ് ശനി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നക്ഷത്രത്തിൽ 1 വർഷമാണ് ശനി നിലകൊള്ളുന്നത്. രാശിമാറ്റമായാലും നക്ഷത്രമാറ്റമായാലും ശനിമാറ്റം ആളുകളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പൂരുരുട്ടാതിയിൽ ശനിദേവൻ എത്തുന്നതിലൂടെ ചില നക്ഷത്രങ്ങൾക്ക് നേട്ടവും മറ്റു ചില നക്ഷത്രങ്ങൾക്ക് ദോഷവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഡിസംബർ 27 ചതയം നക്ഷത്രത്തിൽ നിന്നും ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുന്നതിലൂടെ ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നും എന്തൊക്കെ നേട്ടങ്ങളാണ് ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പ്രാർത്ഥനാവേളയിൽ മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിത തടസ്സങ്ങളൊക്കെ മാറി ഉയർച്ച കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ നക്ഷത്രമാറ്റം ഗുണകരമായി ഭവിക്കും. ഉദ്യോഗസ്ഥരായ മേടൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. ഇവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കർമ്മരംഗത്ത് ഇവർക്ക് അംഗീകാരങ്ങൾ നേടാൻ കഴിയും. തൊഴിൽ രഹിതരായ മേടൻ രാശിക്കാർക്ക് ജോലി നേടാൻ ഏറ്റവും അനുകൂലമായ സമയം കൂടിയാണിത്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും കൂടുതൽ അടുപ്പമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ വളർച്ചയും ഉണ്ടാകും. ഈ രാശിക്കാർക്ക് മേൽ ശനിദേവൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. അതിനാൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. പല നാളുകളാൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യം പഴയതുപോലെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ശനിദേവൻ്റെ ഒരു അനുഗ്രഹത്താൽ. അത്രയ്ക്ക് വലിയ നേട്ടങ്ങളും പല മാറ്റങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു രാശി മാറ്റമാണ് ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിനും വളരെ സഹായകരമാകും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ ഈ ഒരു നക്ഷത്രമാറ്റം വളരെയധികം ഗുണകരമായിരിക്കും. പഠനത്തിനും കരിയറിലും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന കാലയളവാണിത്. പഠന കാര്യങ്ങളിലെ എല്ലാ തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും ഈ കാലയളവിൽ മാറും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും മറ്റ് നേട്ടങ്ങളും നേടാൻ സാധിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് ഇവരുടെ ജോലി മികവ് മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും പിടിച്ചുപറ്റും. ചെയ്യുന്ന കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനും ഉചിതമായ ഫലം നിങ്ങളെ തേടിയെത്തും. പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ കാലയളവിൽ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അവസാനിക്കും എന്നു തന്നെ പറയാം. ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ അവസാനിക്കും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും.
ഇവരുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ എല്ലാം ശനിദേവൻ്റെ പ്രീതിക്ക് കാരണമാകും. ലക്ഷ്യത്തിലെത്താൻ ശനിയുടെ അനുഗ്രഹം ഒപ്പമുണ്ടാകും. അതിനാൽ ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല ഭാഗ്യങ്ങളും പല സ്വപ്നം കണ്ട നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും. കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ മാറി ശത്രുക്കൾ പോലും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത മാറ്റം തുലാം രാശിക്കാർക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ നക്ഷത്രമാറ്റം ഭാഗ്യം നൽകും. ആശങ്കകളും ടെൻഷനും ഒക്കെ മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചെത്തും. കുടുംബാംഗങ്ങളുമായി കലഹങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് അതൊക്കെ മാറി സന്തോഷകരമായിട്ട് കുടുംബാംഗങ്ങളുമൊത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യവും ചുറ്റുപാടും വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും. ഇതുവരെ പലയിടത്തുനിന്നും കടം ലഭിക്കാനുള്ളത് നിങ്ങൾ ചോദിച്ചിട്ട് ലഭിക്കാതിരുന്നതും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സാമ്പത്തികപരമായി ശനിയുടെ ഈ രാശി മാറ്റം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കൊണ്ട് നൽകുന്നതിന് വഴിയൊരുക്കും. ഏറെക്കാലമായി ചെയ്യാതെ മാറ്റിവെച്ചിരുന്ന ജോലികൾ വീണ്ടും ആരംഭിക്കും. മുമ്പ് നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ശനിദേവൻ്റെ ഈ ഒരു രാശിമാറ്റം സാമ്പത്തികപരമായ രീതിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും. സാമ്പത്തികപരമായി മാറ്റങ്ങൾ വരുന്ന രീതിയിലുള്ള രാശിമാറ്റമാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ശനിമാറ്റം മൂലം വരാൻ പോകുന്നത്. അത്രയ്ക്ക് ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ലോട്ടറി ഭാഗ്യം പോലും നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വിവാഹിതർക്ക് ദാമ്പത്യം കൂടുതൽ ആഹ്ലാദകരമാകും. സ്നേഹവും അടുപ്പവും വളരെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാം കൊണ്ടും ശനിദേവൻ്റെ ഒരു രാശി മാറ്റത്താൽ കുംഭൻ രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യ ദിനങ്ങളാണ് ഇന്നു മുതൽ വന്നു തുടങ്ങാൻ പോകുന്നത്. ശനിദേവൻ്റെ ഈ ഒരു രാശി മാറ്റം, അതായത് അനുകൂലകരമായിട്ടുള്ളൊരു രാശി മാറ്റം 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ട് നൽകട്ടെ എന്ന് മഹാദേവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും മഹാദേവൻ നൽകും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശിവോഹം.